ആർക്കും പിടികൊടുക്കാതെ നിന്നെ ഞാൻ കാത്തു സൂക്ഷിച്ചത് മുഴുവൻ വെറുതെ ആയല്ലോടാ മോനെ. ഒരു കാലനെ പോലെ ഇപ്പോ ശിവാനി എന്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഞാൻ എന്താ ചെയ്യണ്ട? എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ പറ്റില്ല മോനെ. അമ്മേ, 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 എന്താ? ഒന്നുമില്ല, വെറുതെ അമ്മയൊന്ന് കാണാൻ വന്നതാ. നീ പോ നിധി, എനിക്ക് നല്ല സുഖമില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല സുഖമില്ല. പനിയൊന്നുമില്ലല്ലോ, തലവേദനയോ മറ്റോ ആണോ? ആ, തലവേദനയാ. എനിക്ക് സംസാരിക്കാൻ വയ്യ. നീ പോയിക്കോ, കഥ കഴിച്ചിട്ട് പോ. അമ്മയുടെ പ്രശ്നം അസുഖമല്ല. ഇപ്പോഴത്തെ ആവശ്യം എന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ശിവാനിയുടെ കൂടെ അമ്പലത്തിൽ പോയി വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അമ്മ ഈ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. ചോദിക്കുന്നതിനൊന്നും കൃത്യമായിട്ട് മറുപടിയും പറയുന്നില്ല. എന്താ കാര്യം? അത് പറ. ഞാൻ പറയുന്നത് എന്തും അനുസരിച്ചോളാന്ന് ഗൗതമനെ നിധിയും വെച്ച് സത്യം ചെയ്തതാ. എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്? ഉള്ളിലെ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ ഞാൻ നിന്നെ തന്നെ ബലി കൊടുത്തോളാന്ന് സത്യം ചെയ്തു കൊടുത്തിട്ട് വന്നിരിക്കാൻ മോള്. എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ എഴുന്നേറ്റ് വാ. ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരാം, അത് കഴിച്ചിട്ട് വന്ന് കിടന്നു. എനിക്ക് വേണ്ട. അതെന്താ ഭക്ഷണം വേണ്ടാത്തത്? എനിക്ക് വിശപ്പില്ല. എന്നെ വിട്ടേക്ക് നിധി. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മയുണ്ടായത്? ശിവാനിയും കൊണ്ട് അമ്പലത്തിൽ പോയതിനു ശേഷം അവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടായോ? ശിവാനി എന്തെങ്കിലും പറഞ്ഞോ? അമ്മ എന്തെങ്കിലും പേടിച്ചതുപോലെ ഇരിക്കുന്നത്? എനിക്കൊരു പേടിയില്ല. തലവേദന എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനൊന്ന് കിടക്കട്ടെ, നീ പോകാൻ നോക്ക്. എന്റെ ദൈവമേ, ഇത്ര സ്നേഹമുള്ളൊരു കൊച്ചിനെയാണല്ലോ ഞാനിനി അങ്ങോട്ട് ദ്രോഹിക്കേണ്ടത്. എനിക്കതെങ്ങനെ പറ്റും? എല്ലാം സഹിക്കാനുള്ള ധൈര്യം തരണേ ഭഗവതി എനിക്ക്. ഗൗതമിന്റെ രഹസ്യം ഇനിയും ആരും അറിയല്ലേ. എന്റെ ദൈവമേ. നിധി, നിധി, ഒരു സന്തോഷമുള്ള കാര്യം പറയാമെന്ന ആളെ കാണില്ല. നിധി, ഇത് എവിടെ പോയി? മോളിലായിരിക്കൂ. ആ, ഓക്കെ. നിധി,
നിധി ചേടാ നിധി. ആഹാ ചേടാ, ഒരു സന്തോഷ വർത്താനം പറയാൻ വരുമ്പോ ആളില്ല. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു അറിയോ? ഞാൻ വാഷ്റൂമിലെ പൈപ്പ് തുറന്നിട്ടിരിക്കുകയായിരുന്നു ഗൗതം. ആ. കേട്ടില്ല. അല്ല, എന്തിനാ വിളിച്ചത്? നിനക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാൻ പോവാ ഞാൻ. സന്തോഷം തരുന്ന കാര്യം എന്താ അത്? അതൊക്കെ ഉണ്ട് ചക്കരേ. നമ്മളൊന്ന് കറങ്ങി അടിച്ചു കുളിക്കാൻ പോവാ. എന്താ ഗൗതം ഇത്? ഞാൻ നല്ല ടയേർഡായിട്ടിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്റെ ഈ ക്ഷീണമൊക്കെ മാറ്റി ഉന്മേഷവും സന്തോഷവും തരാനുള്ള ഒരു പ്ലാനുമായിട്ടാ ഞാൻ വന്നിട്ടുള്ളത്. പ്ലാനോ? എന്ത് പ്ലാൻ? ദേ, ഇതാണ് ആ പ്ലാൻ. ഈ കവറാണോ പ്ലാൻ? ഇതിനകത്ത് എന്താ? ആ, ഇതിനകത്ത് ഒരു വലിയ സന്തോഷം ഇരിപ്പുണ്ട്. നിനക്കൊന്ന് ഗസ് ചെയ്യാമോ എന്തായിരിക്കും? എന്തെങ്കിലും പുതിയ ബിസിനസിന്റെ അപ്രൂവൽ ആണോ? അയ്യേ, ബിസിനസ്സും മണ്ണാങ്കട്ടയൊന്നുമല്ല. ഇത് വേറെ ഐറ്റം. ആ, ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടാ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഗൗതം, കഷ്ടമുണ്ട്. എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തന്നേ. പറയട്ടെ? പറയും ഞാൻ. പറയങ്ങോട്ട്. ഈശ്വരമംഗലത്തെ ഗൗതം ഗോപിനാഥും ഭാര്യ നിധി ഗൗതവും സ്വിറ്റ്സർലാൻഡിലേക്ക് പറക്കാൻ പോകുന്നു. എന്റെ ഈശ്വര, സത്യമാണോ ഈ പറഞ്ഞത്? നമ്മള് സ്വിറ്റ്സർലാൻഡിൽ പോകുന്നുണ്ടോ? യെസ്. എന്താ ഇപ്പൊ പെട്ടെന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ നമ്മുടെ ദൂരെ ഒരു പ്ലേസിലും ട്രിപ്പ് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു 15 ദിവസത്തെ ട്രിപ്പ് നേരെ സ്വിറ്റ്സർലാൻഡ്. അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഇതില്. രണ്ടുപേരുടെയും ടിക്കറ്റ്സും ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. സത്യം പറഞ്ഞ ഞാനിത് പ്രതീക്ഷിച്ചതേ ഇല്ല. അതാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് തരുന്നതാണ് ഈ ഗൗതം ഗോപിനാഥിന്റെ സ്റ്റൈൽ. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോകുന്നു, 15 ദിവസം അവിടെ ആഘോഷിക്കുന്നു. തിരിച്ചു വന്നാൽ നീ നേരെ മെറ്റർണിറ്റി ഹോസ്പിറ്റലിലേക്ക്. എന്താ, പൊളിയില്ലേ? 15 ദിവസം, അത് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്ക് അല്ലേ? കൊള്ളാം, സൂപ്പർ ഐഡിയ. നടന്ന കണക്ക് തന്നെ. എന്തായാലും എന്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ഗൗതമിനറിയോ? വീഡിയോസിലൊക്കെ സ്വിറ്റ്സർലൻഡ് കാണുമ്പോ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ അവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എന്റെ ആ ആഗ്രഹം ഇപ്പൊ ഗൗതം നടത്താൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ഡിയർ. വെൽക്കം വെൽക്കം. എത്ര നാളിങ്ങനെ ബിസിനസ്സും നിറയെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഓടാൻ പറ്റും? മടുത്തു പോവില്ലേ? അതുകൊണ്ടാണ് ഈ 15 ദിവസം എല്ലാ പ്രശ്നങ്ങൾക്കും അവധി കൊടുത്ത് ഒന്ന് മുങ്ങിയേക്കാന്ന് കരുതിയത്. ഓഫീസിലെ തിരക്കുകളില്ല, CKCയുടെ ശല്യമില്ല, ആ ശിവാനിയുടെ മുഖം വീർപ്പിക്കൽ കാണണ്ട. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ 15 ദിവസത്തേക്ക് രക്ഷപ്പെടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേന്നല്ല, ഡബിൾ ഓക്കെ. നമ്മൾ സ്വിറ്റ്സർലൻഡിലെ കുളിർ മഞ്ഞിൽ പരസ്പരം ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇറുക്കിപ്പിടിച്ച് ഇങ്ങനെ അലഞ്ഞ് നടക്കും. ആ, കടലിനരികെ മന്ദാരക്കരയിൽ നീളെ ഞാൻ നിന്നെ തേടി തേടി കാലങ്ങൾ മാറിപ്പോയി. അമ്മേ, ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. തലവേദന കുറഞ്ഞിട്ടും എന്താ മുഖത്തൊരു ഉന്മേഷം ഇല്ലാത്തത്? ഏയ്, ഒന്നുമില്ല. ആ, അമ്മയുടെ ഈ മുഖത്തെ സന്തോഷം വരുന്നൊരു കാര്യം ഞാൻ കാണിക്കട്ടെ. എന്താ? ടണ്ടടൈ. എന്താ ഇത്? എയർ ടിക്കറ്റ്. എയർ ടിക്കറ്റോ? എന്തിന്? ഇന്ന് രാത്രി 12:10 ഫ്ലൈറ്റിന് ഞാനും ഗൗതവും സ്വിറ്റ്സർലൻഡിൽ പോവാം.